യുഎയിലെ കൊട്ടാരക്കര നിവാസികളുടെ കൂട്ടായ്മയായ കൊട്ടാരക്കര പ്രവാസി സംഗമം ദുബായിൽ മെഗാ ഇവന്റ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനൊപ്പം ഏറെ പ്രാധാന്യമുള്ളതാണ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. യുഎയിലെ നൂറുകണക്കിന് കൊട്ടാരക്കര നിവാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായ് അൽ നാസർ ലീഷർ ലാൻഡിലാണ് യുഎയിലെ കൊട്ടാരക്കര നിവാസികളുടെ കൂട്ടായ്മയായ കൊട്ടാരക്കര പ്രവാസി സംഗമത്തിന്റെ ആഘോഷം അരങ്ങേറിയത്. കൊട്ടാരക്കര എം.എൽ.എയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുമായ കെ.എൻ. ബാലഗോപാൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനൊപ്പം ഏറെ പ്രാധാന്യമുള്ളതാണ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് ഇവിടുത്തെ അവതരണത്തിൽ ഒരു കാര്യം കൂടി കാണിച്ചു. മയക്കുമരുന്ന് എന്ന് പറയുന്ന യുവത്തിനെതിരായിട്ടുള്ള ഒരു വലിയ സന്ദേശം. ആ സന്ദേശവും ചെറിയ കാര്യമല്ല. മയക്കുമരുന്നും അതിനെതിരായിട്ടുള്ള പോരാട്ടവും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള കാര്യങ്ങൾ. മയക്കുമരുന്നേക്കാളും അപകടകരമായ, പരസ്പരം ആളുകളെ വിഘടിപ്പിക്കുന്ന വർഗീയതയും വംശീയതയും ജാതിമത ചിന്തകളുമൊക്കെ ഇല്ലാതാക്കുന്നതിനുള്ള ചർച്ചകളും നാട്ടിൽ നടക്കുകയാണ്. കൊട്ടാരക്കര നിവാസിയും ദുബായിൽ ജനിച്ചു വളർന്ന സിനിമാ താരവുമായ രഞ്ജിത്ത് സജീവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. അടുത്ത മാസം മെയ് 23 എൻ്റെ 4ാമത്തെ പടം ഇറങ്ങുക. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, UK എന്നതിന് ചുരുക്കി പറയുന്നത്. അത് ശരിക്കും എനിക്ക് ഒരുപാട് പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. കാരണം നമുക്ക് പ്രവാസികൾക്കറിയാം, നമ്മൾ യൂഷ്വലി നാട്ടുവിട്ട് പുറത്തെ രാജ്യങ്ങളിൽ പോകുന്ന കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തേടിയ നടൻ രഞ്ജിത്ത് സജീവിന്റെ പിതാവും വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ PK സജീവിനെ ചടങ്ങിൽ ആദരിച്ചു. അച്ഛനും മകനും ആദരിക്കപ്പെട്ട അപൂർവ വേദിയായി ഈ ചടങ്ങ് മാറി. സജീവന്റെ മകനാണ് രഞ്ജിത്ത് സജീവ്. വ്യവസായികളും വലിയ വലിയ ബാങ്കിംഗ് കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ളതിന്റെ മേധാവികളും ഒക്കെ ആക്കിയ മോളി ടീച്ചറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ കൈയ്യടി. നടൻ രഞ്ജിത്ത് സജീവും ടീമും അവതരിപ്പിച്ച നൃത്തവും ചടങ്ങിൽ അരങ്ങേറി. കൂട്ടായ്മയുടെ സുവനീർ പ്രകാശനവും അവിയൽ ടീമിന്റെ സംഗീത ബാൻഡും അരങ്ങേറി. നടനും റേഡിയോ അവതാരകനുമായ മിഥുൻ രമേശ് പരിപാടിയുടെ അവതാരകനായി. യുഎയിലെ നൂറുകണക്കിന് കൊട്ടാരക്കര നിവാസികൾ ആഘോഷ പരിപാടികളിൽ സംബന്ധിച്ചു. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.